ഹായ് KP സോദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. മഹാനായ എഴുത്തുകാരൻ ഖലീൽ ജിബ്രാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുട്ടികൾ ഒരിക്കലും നമ്മുടെ അസറ്റ്സ് അല്ല, അവർ ഈ സമൂഹത്തിനൊരു അസറ്റ്സായി മാറേണ്ട ആൾക്കാരാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകുമ്പോഴും അവരെ ഗൈഡ് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറച്ചു കാലമായി പ്രചാരത്തിലുള്ളൊരു ടേമാണ് സ്മാർട്ട് പാരൻറ്റിങ് എന്നത്. അതായത് ഒരു നല്ല പാരൻ്റായി കുട്ടിക്ക് ഒരു ഗൈഡായിട്ട് മാറാൻ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന്. അതിനാദ്യം ഈ പാരൻറ്റിൻ്റെ മനോഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഇന്നത്തെ കാലത്തിന് അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് മുൻ തലമുറകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ വർക്ക് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധമില്ല. അഥവാ അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളുടെ അതേ ലെവലിൽ തന്നെ നിന്ന് പോകും. നമ്മളുടെ അടുത്ത ലെവലിലേക്ക് നമ്മുടെ കുട്ടികൾ വളരണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് മാറേണ്ടതുണ്ട്. അതിനുള്ള ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഹാർഡ് വർക്ക് വിൽ ബ്രിങ് റിസൾട്ട്സ് എന്ന് ഒരിക്കലും പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കരുത്. ഹാർഡ് വർക്ക് ഒരിക്കലും റിസൾട്ട്സ് ഉണ്ടാക്കാറില്ല. ഹാർഡ് വർക്കിനൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും റെലവൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് പഠിച്ച് അതിൽ എക്സ്പെർട്ട് ആവുന്നത് വരെയാണ് നമുക്ക് ഹാർഡ് വർക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞങ്ങോട്ട് നമ്മൾ സ്മാർട്ട് വർക്കിലേക്ക് മാറണം. ഇതിങ്ങനെ നമുക്ക് ഓർത്തെടുത്താൽ മതി. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അഥവാ സ്മാർട്ട് വർക്കിൻ്റെ സ്റ്റേജിലാണ് നമ്മൾ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഹാർഡ് വർക്ക് വിൽ ബ്രിങ് റിസൾട്ട്സ് എന്ന് ഒരിക്കലും പറയരുത്. മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്കിലേക്ക് നമുക്ക് പോകാനും സാധിക്കില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ആർ നോട്ട് ഫൈനൽ എന്നതാണ്. അതായത് ഒരു തെറ്റ് പറ്റി എന്നതുകൊണ്ട് നമ്മളത് വിട്ടുകളയണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം മിസ്റ്റേക്സ് എന്ന് പറയുന്നത് വളരെ നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചടി കിട്ടിയാൽ അത് നമ്മുടെ യാത്രയുടെ ഭാഗമാണ് എന്ന രീതിയിൽ കാണാനുള്ള ഒരു മെൻറ്റാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പറ്റിയ തെറ്റിനെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മറ്റൊരു ടോപ്പിക്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോ പറയാൻ പഠിപ്പിക്കുക എന്നതാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് പറ്റില്ല എന്ന് മാന്യമായി മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയാൻ സാധിക്കുക. ഇതിന് നമ്മൾ അസേർട്ടീവ് സ്കിൽ എന്നാണ് ടെക്നിക്കലി പറയുന്നത്. ഈ അസേർട്ടീവ് സ്കില്ലുള്ള ആളുകളുടെ പ്രത്യേകത, ഇവരെപ്പോഴും ഇവർക്ക് പറ്റാത്ത കാര്യം എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ പറ്റാത്ത കാര്യം ഇവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ ഇവർ അവിടെ തന്നെ നോ പറയും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോ പറയും. നോ പറയുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് അറിയോ? ആ നോ പറയുന്നത് കേൾക്കുന്ന ആൾക്കൊരിക്കലും ഹേർട്ടാവില്ല. രണ്ടാമത് അവിടെ വാലിഡായ ഒരു റീസൺ, ഒരു കാരണം അത് കൊടുക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായ രീതിയിൽ നോ പറയാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണം പ്രധാനമല്ല എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. പണം പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരാൾ അത് നിങ്ങളുടെ കൂടെ നിൽക്കുമോ അധികകാലം? കുറച്ച് കാലം കഴിഞ്ഞാൽ തനിയെ ഇറങ്ങി പോവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ ഒഴിവാക്കില്ലേ? അപ്പോൾ ഉപബോധ തലത്തിൽ ഒരിക്കലും പണത്തോടൊരു വെറുപ്പ്, പണക്കാരോടൊരു വെറുപ്പ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കരുത്. അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതുമാണ് ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ ബാക്കപ്പും ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്നതാണ്. അത് നിങ്ങൾ തന്നെ സ്വയം ബാക്കപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വികാരങ്ങളിൽ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അതിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള കോപ്പിംഗ് മെക്കാനിസംസ് അത് സ്വയം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനുള്ള ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സെൽഫ് സഫീഷ്യൻസി എന്ന് പറയുന്ന ഒരു ഘടകം അത് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇത്തരം ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്മാർട്ട് പാരൻ്റ് ആവുന്നത്. പ്രിയപ്പെട്ടവരേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.